എഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരണ വഴിക്ക് ഉള്ള എല്ലാ പോസ്റ്റിലും കൂടെ ഒരു 25 ഫ്ലെക്സ് അവിടെ വയ്ക്കണം. പിന്നെ ഈ പാർക്ക് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യണ്ട, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കണ്ട ഇതിലൊക്കെ ഫ്ലെക്സ് വയ്ക്കണം. ഇതിലെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ ബാക്കി നമുക്ക് ഇവിടെ ഈ ഡിവൈഡർ ഇതിനെ ഇങ്ങനെ കണക്കാക്കിയിട്ട് ഒരു 25 ഫ്ലെക്സ്, ഏറ്റവും വലിയ ഫ്ലെക്സ് ഇത് ഇവിടെ വയ്ക്കണം. ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ എവിടെ നിന്ന് വന്നാലും കാണുന്ന രീതിയിൽ ഫ്ലെക്സ് വയ്ക്കണം. നീ എഴുതങ്ങോട്ട് എഴുത്. 35 അല്ലടേ, 35 അല്ലടേ, 35 അല്ല, 40 ഫ്ലെക്സ്. ആ വേണം. അവിടെ ജില്ലാ സമ്മേളനം വരാൻ പോണേ. അപ്പൊ കുറച്ച് ഫ്ലെക്സ് വെക്കണ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ കടയിൽ കാര്യങ്ങൾ നടക്കണ്ട, അതങ്ങ് നടക്കേണ്ട രീതിക്ക് നടന്നോളൂ. അല്ലെ അങ്ങനെയല്ല, നമ്മളൊരു സ്ഥാപനം നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വമായിട്ട് എന്നെ കൂടെ നിൽക്കണം അല്ലേ? നമ്മൾ ആരടുത്ത് പറയണത്? ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ ശമ്പളം കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. സ്റ്റാഫിന്റെ കാര്യം നീ പറയണത്. സ്റ്റാഫിന് എന്ത് കുഴപ്പം? അന്ന് നീ പറയാതിരിക്കുന്നത്. ഓ അയ്യോ, ഞാൻ കടയ്ക്ക് അകത്തിരുന്ന അത് കുറ്റം, വെളി ഇറങ്ങിയപ്പോൾ അതും കുറ്റം. ഞാൻ ഇനി പറക്കാം അന്തരീക്ഷത്തിൽ. അതല്ല പറഞ്ഞത്, നമ്മൾ ആ സ്ഥാപനം തുടങ്ങും അതേന്ന് പറഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ലാഭം ഉണ്ടാവും. നമ്മളിവിടെ ഇപ്പൊ ഏകദേശം ഒന്ന് ക്ലിക്കായി വരണം. ആ കട അത് നശിപ്പിക്കരുത്. എന്താ പറഞ്ഞ സ്ഥാപനം ക്ലിക്കായി വരുന്നുണ്ട്. അത് എന്റെ മിടുക്ക്, അത് എന്റെ പ്രയത്നം. അത് എങ്ങനെയാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്ന് എനിക്കറിയാം, അത് നടത്തിക്കൊണ്ടാണ് എനിക്കറിയാം. നിങ്ങൾ ആരെ സഹായം അത് നിലനിന്ന് പോകണമെങ്കിൽ നീ അവിടെ പോയി ഇരിക്കണമെന്ന്. എടേ ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആരുടെ ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിപ്പോൾ അന്തസ്സായിട്ട് പോണത് എൻ്റെ മിടുക്കാണ്. അപ്പോൾ അതിന് നിങ്ങൾ അഭിപ്രായം ചോദിക്കണില്ല, അഭിപ്രായം പറയണില്ല. എനിക്കറിയാം നടത്തിക്കൊണ്ട്. നീ നിന്റെ ജോലി നോക്കണേ. ഇനി ഒരാവശ്യം പറഞ്ഞ് നിന്റെ അടുത്ത് വരാതിരുന്നാ പോരെ? വരൂല. നീ ഇപ്പൊ ഉത്തരവാദിത്തം. ഓ പിന്നെ അതല്ല, നീ ഇപ്പൊ ഉത്തരവാദിത്തം കാണിച്ചാ ഇനി എന്റെ പറയ വരരുത്. എന്റെ പൊന്ന് സാറ് വേണ്ട, സാറ് പൊയ്ക്കോ. ആരടുത്താ പറയണത്? വിവരമുള്ളവരോട് പറഞ്ഞാൽ ശരി. അയ്യോ, വിവരത്തിന്റെ ഹോൾസെയിൽ ഡീലർ അതാ പോണം. കാര്യമില്ല. പിന്നെ മര്യാദ കടയിൽ പോയില്ലടാ. എടാ ഞാൻ രാഷ്ട്രീയം കളിച്ചടക്കാം. പോടാ, അവന്റെ വാല് നോക്കി നടക്കാതെ. യുവാണ്ടേ പോയി. സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിക്കും പോവാതെ മറ്റോണ്ട് പറയാതെ പാർട്ടിയായിട്ട് കഷ്ടം. ഇപ്പൊ എത്ര ഫ്ലെക്സ് ആയി? 45 വേണം, 40. ഓ കഷ്ടം. തോല് നിന്നെയൊന്നും പറയണ്ട കാര്യം. ഫ്ലെക്സ് വെച്ചില്ലേലും കുഴപ്പമില്ല. ഇതെണ്ണം കുറച്ച് 5 എണ്ണം നിന്റെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ആ പെങ്കൊച്ചിനെ അവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ലെന്ന്. ഞാൻ ചെന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവളെ പെറ്റിട്ടത് ലോട്ടറി കടയിലാണ്, അവളിപ്പോ അങ്ങ് മല മറിക്കുമെന്ന് പറഞ്ഞു ലോട്ടറി കട. എന്നിട്ടോ ഇപ്പൊ മുടക്കോതിലും ഇല്ല, ഒന്നുമില്ല. കച്ചവടം ഇല്ലാത്തതിന് നീ ഇപ്പൊ ആ പെങ്കുച്ചിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അവളങ്ങ് പറഞ്ഞു വിടണമെന്നേ. എന്നിട്ട് ഈ ഊരി ചുറ്റി നടക്കാതെ നിങ്ങൾ അവിടെ പോയിരിക്കേ, അല്ലെങ്കിൽ ഞാൻ പോയിരിക്കാം. ഇത്ര ആള് കൂടുന്ന കടയിൽ അവിടെ നീ വന്ന് ഇരുന്ന അതൊന്നും ശരിയാവൂല. ഇത് എന്നാ പിന്നെ നിങ്ങൾ പോയിരിക്കും മനുഷ്യ. എടി ഞാൻ പോയിരുന്ന ആ പെങ്കൊച്ചിൻ്റെ കാര്യം എന്താവും? അത് കെട്ടിയവനാണെങ്കിൽ ഒന്നാമത് അതിനെ നോക്കണമില്ല, അത് ആകെ ബുദ്ധിമുട്ടില്ല. ഒരു കൊച്ചുമുണ്ട് വയ്യാത്ത. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അത് ജീവിക്കണേ. അതിന് ദൈവദോഷം ഉണ്ടാവും നമ്മളതിനെ പറഞ്ഞു വിട്ടാൽ. ഓ, കരക്കാരുടെ ദൈവദോഷത്തിനെ പറ്റി വിചാരമുണ്ടല്ലോ. ഇവിടെ ഉള്ളവരെങ്ങനെ ജീവിക്കണമെന്ന് വന്ന് കൈയും കഴുകിയിരിക്കുമ്പോഴത്തേനും എവിടെന്നെങ്കിലും ഞാൻ തെണ്ടിക്കൊണ്ട് വന്നിട്ട് തിന്നാൻ തരുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്ലാൻ? എന്താ? എന്ത് തുടങ്ങിയാലും ഇങ്ങനെയാണല്ലോ ദൈവം. ഇത് എന്ന് നന്നാവും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. എന്തെങ്കിലും ഒരെണ്ണം നന്നായെന്ന് എനിക്ക് കേട്ടിട്ട് ചാവാൻ പറ്റുമോ? ഇപ്പൊ നോക്കാം കുറച്ച് ദിവസം കൂടെ, ഇല്ലെങ്കിൽ പൂട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ ചെയ്യാ? എളുപ്പമാണല്ലോ, പൂട്ടുക പൂട്ടുക പൂട്ടുക. എന്ത് സാധനം കിട്ടിയാലും പൂട്ടുക. അപ്പൊ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ നടന്നിട്ടും കൂടെ മല മറിച്ചല്ലോ. ദൈവമേ, ഒരു വഴിക്ക് നീ ഗതി കയറ്റി വിടൂലേ? ചായ കുടിക്കാതെ പോയിട്ട് എന്ത് ചെയ്യാനാ?